തിരൂരങ്ങാടിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. പലമ്പുഴ റോഡിലെ 35ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. 100ഓളം കുടുംബങ്ങൾ ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, അതേ തോതിൽ മഴ പെയ്യുകയാണോ? കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം നിലവിലുണ്ടോ? സമീർ. ഹാഷ്മി, നിലവിൽ ഇവിടെ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ പ്രദേശത്തേക്ക് വെള്ളം കയറുന്നതിന്റെ തോതിൽ ഒരു കുറവുമില്ല എന്നുള്ളതാണ്. ഞാനിപ്പോഴുള്ളത് തിരൂരങ്ങാടി പനമ്പുഴ മേഖലയിലാണ്. 35ഓളം വീടുകളിലേക്കാണ് നിലവിൽ ഇവിടെ വെള്ളം കയറിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. വീടിന്റെ മുൻഭാഗത്തും സ്റ്റെപ്പിലുമെല്ലാം തന്നെ വെള്ളം എത്തിയിരിക്കുന്നു. സമീപത്തുള്ള കടലുണ്ടിപ്പുഴയിൽ നിന്നും തോട് വഴിയാണ് വെള്ളം ഈ ജനവാസ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തോടിന് ഒരു ഷട്ടർ ഉണ്ട്. ഷട്ടർ പഴയ കാലത്ത് നിർമ്മിച്ചതാണ്. ഇത് ദ്രവിച്ചത് കൊണ്ടാണ് നിലവിൽ ഈ വെള്ളം ഈ തോട് വഴി ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം നാട്ടുകാരൻ ചേരുകയാണ്. എത്രത്തോളം വീടുകളിലേക്ക് വെള്ളം കയറി? എന്താ ഇവിടുത്തെ ഒരു സാഹചര്യം? ഇപ്പോൾ നിലവിൽ 32ഓളം വീടുകളിൽ ഇപ്പോൾ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭീതിയോട് കൂടിയാണ് നിൽക്കുന്നത്. കയറാത്ത വീടുകളൊക്കെ ഭീതിയോട് കൂടിയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കയറിയ വീടുകളൊക്കെ അവരെ ബന്ധുവീടുകളിലേക്കാണ് പോയിട്ടുള്ളത്. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ മറ്റുള്ള ക്യാമ്പിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടി വരും. ഏതായാലും വിവരങ്ങൾ മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ തോടിന്റെ ഷട്ടർ ദ്രവിച്ചു പോയതാണ് ഈ പ്രശ്നത്തിന് കാരണം. തോടിന്റെ BCB അത് മരത്തിന്റേതായിരുന്നു. അത് ഇപ്പോ ദ്രവിച്ചു പോയതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടായ കാരണം. ഇനി അത് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ച കാരണം തന്നെ അവർ പറഞ്ഞിട്ട് അനുഭാവപൂർവ്വം ഈ വിഷയം പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഇൻഷാല്ലാ അവിടെ ഒരു ഇരുമ്പിന്റെ ഷട്ടർ, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഷട്ടർ ആയിരിക്കണം. കാരണം വെള്ളം വരുന്ന സമയത്ത് അത് ഉയർത്താനും താഴ്ത്താനും സംവിധാനമുള്ള ഒരു ഷട്ടറാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവർ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാന്ന് അറിയിച്ചിട്ടുണ്ട്. ഹാഷ്മി, ഏതായാലും ഈ മഴയുടെ ശക്തി കൂടുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രദേശത്തേക്ക് കൂടുതൽ വെള്ളം കയറും. അത് കൂടുതൽ വീടുകളിലേക്ക് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഷട്ടർ അല്ല, കാലങ്ങളായിട്ട് ദ്രവിച്ച ഷട്ടറാണുള്ളത്. അതുകൊണ്ട് നേരത്തെ തന്നെ ഇതിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സമീപത്ത് തൊട്ടടുത്ത ഒരു വീടാണ്. നാളെ വിവാഹം നടക്കേണ്ട ഒരു വീടാണ് എന്റെ തൊട്ടടുത്തുള്ളത്. ഈ വീടിന്റെ സമീപം വരെയാണ് ഇപ്പോൾ വെള്ളം എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ വെള്ളം കൂടുകയാണെങ്കിൽ ഇവരുടെ വിവാഹത്തെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്കായിരിക്കും ഈ കാര്യങ്ങൾ പോവുക. ഹാഷ്മി. ഓക്കെ, സമീർ ബിൻ കരീമാണ് മലപ്പുറത്തെ തിരൂരങ്ങാടിയിൽ വെള്ളം കയറുന്ന വീടുകളുടെ ദൃശ്യങ്ങളെ വാർത്ത നൽകിയത്. അതായത് ഇവിടെ നൌഷാദ് പുന്നത്തൽ ഒരു കാര്യം ശരിയാവണ്ണം പറയുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അവധി ആഘോഷിക്കാൻ പുഴകളിലേക്കും തോടുകളിലേക്കും പോകുന്നത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. നല്ല ശരിയാവണ്ണം പറയുകയാണ് നൌഷാദ്. നമ്മളെപ്പോഴും പറയുന്നതാണ്. അത് മാത്രമല്ല, രോഗകാലം കൂടിയാണ്.